സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ പ്രചാരണം ആരംഭിച്ചു ബി.ജെ.പി. തൃശൂരിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ബൂത്ത് തല യോഗങ്ങൾ തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണം. കൊല്ലൂർ, പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടിക നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങി. ബൂത്തുതല യോഗങ്ങൾ, ഭവന സന്ദർശനം എന്നിവയാണ് അജണ്ടയിൽ. പ്രചാരണ രംഗത്ത് കാലേക്കൂട്ടിയിറങ്ങി മേൽക്കൈ നേടുകയാണ് ലക്ഷ്യം. കേന്ദ്രമന്ത്രിമാരടക്കം മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിനായി വരും ദിവസങ്ങളിൽ തൃശൂരിലെത്തും. ഇതിനിടെ പത്തനംതിട്ടയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന സൂചന നൽകി പി.സി. ജോർജ് രംഗത്തെത്തി. മത്സരിച്ചാൽ ജയമുറപ്പെന്നും ഡോക്ടർ ടി.എം. തോമസ് ഐസക് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും പി.സി. ജോർജ് പറഞ്ഞു. പാർട്ടി എന്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ ചിന്തയൊന്നുമില്ല. നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കില്ല, അതാണ്. ജയിക്കുന്നുള്ള ആർക്കാ തർക്കമൊന്നേ. തോമസ് ഐസക്കിൻ്റെ പേര് കേട്ടാൽ പോകേണ്ട കാര്യമില്ല. കാരണം തോമസ് ഐസക് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിന് എത്ര വോട്ട് കിട്ടും? ഓരോട്ട് കൂടുതലുണ്ടാവില്ല. ആറ്റിങ്ങലിൽ വി. മുരളീധരൻ, പാലക്കാട് സി. കൃഷ്ണകുമാർ തുടങ്ങിയവരുടെ സീറ്റുകളിലും തീരുമാനമായിട്ടുണ്ട്. ആലപ്പുഴ, തിരുവനന്തപുരം, കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെത്തും. 24 കൊച്ചി. തൃശൂരിൽ സവർക്കർ വന്നാലും ജയിക്കില്ലെന്ന ടി.എൻ. പ്രതാപന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി സുരേഷ് ഗോപി. സവർക്കർ ജയിക്കുമോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. തൃശൂർ മാത്രമല്ല, കേരളത്തിലെ പല മണ്ഡലങ്ങളും ബി.ജെ.പിക്കൊപ്പം വരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതൊക്കെ അവർ പറയും, പിന്നെ അല്ലാതെ വീർ സവർക്കർ ജയിക്കും വന്നാൽ എന്നവർ പറയുമോ? ഇല്ലല്ല. പറയൂ, അങ്ങനെ പറയൂ. അവരുടെ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കണം. അത് ജനങ്ങളാണ് പറയേണ്ടത്. വീർ സവർക്കർ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് ജനങ്ങളാണ് പറയേണ്ടത്. തൃശ്ശൂർ എന്നല്ല, ഇന്ത്യയിൽ എത്രത്തോളം സാധ്യതയുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് എത്ര മണ്ഡലങ്ങൾ വരും, അതിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ.